അല്ലാഹുവിന്റെ പ്രവാചകന് എന്റെ പ്രിയമുള്ളവരെ വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11 വൈകുന്നേര സമയമായി വീടിനകത്ത് രോഗം പിടിച്ചു കിടക്കുകയാ. വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി മാറി നിന്ന് കരയുകയാണ്. കാരണം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല. ഇത് നുബൂവത്ത് തുടങ്ങിയ കാലമല്ല, വഫാത്താകുന്നതിന്റെ തലേ ദിവസമാ. വിളക്കിലൊഴിക്കാൻ വീടിനകത്ത് എണ്ണയില്ല. ഇല്ലെന്ന് പ്രവാചകനോട് പറഞ്ഞാൽ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ഭാര്യ മാറി നിന്ന് കരയുകയാ. കുറെ സമയം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും ചോദിക്കുന്നു, ആയിഷ എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നേതാവിനോട് അവിടുന്ന് പറയുന്നു, നബിയേ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ ഈ വീടിനകത്തില്ല നബിയേ. ആയിഷ ബീബി വിചാരിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുമെന്ന് വിചാരിച്ച ആയിഷ ബീബി അതാ അല്ലാഹുവിന്റെ റസൂലിനോട് എണ്ണയില്ലെന്ന് പറയുമ്പോ അവിടെ കിടന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഒരു ദിവസം വിശക്കുന്ന വയറോട് പ്രവാചകനെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ തിന്നാ വല്ലതും തരുവോ ആയിഷ? എനിക്ക് വിശക്കുന്നു ആയിഷ, അല്പം ഭക്ഷണം തരുവോ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിശന്ന വയറോടെ വീട്ടിൽ കയറി വന്നിട്ട് ഭക്ഷണം ചോദിച്ചപ്പോ കൊടുക്കാനൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി വീട്ടില് ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. അവിടെന്ന് ചോദിക്കുന്നു, ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുവോ? കുടിക്കാൻ അല്പം വെള്ളമെങ്കിലും തരുവോ? ആയിഷ ബീബി പൊട്ടിക്കരയുകയാ. കുടിക്കാനുള്ള പച്ചവെള്ളം പോലും ആ വീടിനകത്തില്ല. കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹി പറയുന്നു, കരയല്ലേ ആയിഷ, ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചുകൊള്ളാം. കുടിക്കാനുള്ള പച്ചവെള്ളം പോലും ഇല്ലാത്ത ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കു ചെറുപ്പക്കാരാ. ആയിഷ ബീബി പറയുന്നുണ്ട്, ലൗകാന ഇന്ധനാ ദുഹിനത്, എന്റെ വീടിനകത്തെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുണ്ടല്ലോ എന്റെ വീട്ടിലെങ്ങാണം ഉണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു എന്ന് മഹദി ആയിഷ. അതായിരുന്നു പെങ്ങളെ പട്ടിണി, അതായിരുന്നു ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വയറിനകത്ത് അല്ലാഹുവിന്റെ റസൂല് വിശപ്പ് സഹിക്കാൻ കഴിയാതെ 2 കല്ല് വയറ്റിൽ കെട്ടിവെച്ചിട്ട് നടന്നു പോയെന്ന് ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞു കൊടുത്താൽ വിശ്വസിക്കാൻ മടിയാണ്. ഇതൊക്കെ ഉള്ളതാണോ ഉസ്താദ്? കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഫാത്തിമ ബീബിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. കുഞ്ഞുങ്ങൾ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, മോളെ ഫാത്തിമ, മക്കള് കിടന്ന് കരയുന്നുണ്ടല്ലോ, പാല് കൊടുക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കയറുകയാണ്. സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിക്കുകയാ. വീടിനകത്ത് കിടന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കുമോള്, മക്കൾക്ക് പാല് കൊടുക്കുമോള്. ഒന്നാമതും പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു. കരച്ചില് തീരുന്നില്ല. 3 പ്രാവശ്യം പറഞ്ഞിട്ട് കരച്ചില് തീരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് ദേഷ്യം വന്നു. സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങുകയാണ്. വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ
നീ നൊന്ത് പ്രസവിച്ച മക്കളാണല്ലോ, ഇവര് വിശന്നിട്ട് ഇവിടെ കിടന്ന് കരയുമ്പോ എന്തേ നീ പാല് കൊടുക്കാത്തത്? ഇത്രയ്ക്ക് കരുണയില്ലേ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂല് പാല് കൊടുക്കാത്തതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വീടിനകത്ത് മുഖം പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ പൊന്നുമോള് തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാത്ത കാരുണ്യത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, തന്റെ കരളിന്റെ കഷ്ടത്തിനെ ചേർത്ത് പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, എന്തേ ഫാത്തിമ കരയുന്നത്? എന്തേ ഫാത്തിമ പാല് കൊടുക്കാത്തത്? എന്തേ ഫാത്തിമ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ. എന്റെ മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് ഞാൻ അവരുടെ വായിൽ വെച്ച് കൊടുത്തു. എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നുപ്പാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് പാല് വറ്റിപ്പോയിട്ട് മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാ. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞു പോയി. പടച്ചവരെ, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് കരയുകയാണ്. തന്റെ പൊന്നുമോള് പാലിന് പകരം മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. എന്തു പറയണമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂല് തലകുനിച്ച് വെച്ച് വീടിനകത്ത് നിന്നിറങ്ങുകയാണ്. റസൂലുള്ള വീടിനകത്ത് നിന്നിറങ്ങുകയാ. പടച്ചവരെ, മരുഭൂമിയിലൂടെ നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുകയാണ്. നടന്ന് അവസാനം ഒരു അറാബിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. അറാബിക്കറിയില്ല ഈ വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന്. അറാബിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് അറാബി പറയുകയാണ്, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പന മരങ്ങളെ നനച്ചാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നു. ഒന്നാമത്തെ തൊട്ടി വെള്ളം കോരുകയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, ഈന്തപ്പന മരം നനയ്ക്കുകയാ. രണ്ടാമതും കോരി, മൂന്നാമതും കോരി, നാലാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റിൽ വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി അങ്ങ് കിണറ്റിനകത്തേക്ക് വീണുപോയി. അറാബിക്ക് ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ മുഖത്തടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പ്രവാചകൻ ദേഷ്യപ്പെട്ടില്ല. കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. കിണറ്റിനകത്ത് പോയ തൊട്ടി അല്ലാഹുവിന്റെ റസൂൽ എടുക്കുകയാ. എന്നിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടുന്ന് ചോദിക്കുന്നു, മനുഷ്യ എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. അറാബി അത്ഭുതത്തോടെ നോക്കുകയാണ്. 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ തന്നെ തല്ലിയ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. എന്നിട്ട് 9 കാരക്ക കയ്യിൽ പിടിച്ചിട്ട് റസൂലുള്ള മരുഭൂമിയിലൂടെ ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് പട്ടിണി കിടക്കുന്ന 2 മക്കളുണ്ടല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, രണ്ടുപേരെയും എടുത്ത് മടിയിൽ വെച്ചു. അധ്വാനിച്ച് കൊണ്ടുവന്ന കാരക്ക തന്നെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോ അല്ലാഹുവേ,
രണ്ട് മക്കളും ആർത്തിയോടെ തിന്നുകയാ. പട്ടിണി കിടന്ന മക്കള് ആ കാരക്ക വല്ലാതെ സന്തോഷത്തോടെ തിന്നുകയാണ്. രക്തത്തിതാ മാരടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് മോളെ ഫാത്തിമ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ബാക്കി കാരക്ക തന്റെ പൊന്നുമോളുടെ കയ്യിൽ കൊടുക്കുകയാ. ആ സമയത്ത് പ്രവാചകൻ തന്റെ മുഖം ഇങ്ങനെ താഴ്ത്തി വെക്കുകയാ. ഫാത്തിമ ബീബി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം ചുമന്ന് തൊടുത്ത് കിടക്കുകയാ. വാപ്പാന്റെ മുഖം ഇങ്ങനെ ഉയർത്തി നോക്കിയിട്ട് അതാ ഫാത്തിമ ബീബി ചോദിക്കുന്നു, ഉപ്പാ ആരാ നിങ്ങളെ തല്ലിയത്? ഉപ്പാന്റെ മുഖം ചുമന്ന് കിടക്കുന്നല്ലോ, കയ്യുടെ അടയാളമുണ്ടല്ലോ, ഉപ്പോ ആരാ തല്ലിയതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് എല്ലാം പറയുകയാണ്. ഫാത്തിമ ബീബി വാപ്പ കൊടുത്ത കാരക്ക കയ്യിൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ കരയുന്ന പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, നോക്കുമോളെ ഫാത്തിമ, നിന്റെ മക്കളുടെ സന്തോഷം കണ്ടോ? നിന്റെ മക്കളുടെ സന്തോഷം കണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് പട്ടിണി. ഇങ്ങനെ ഒരു പട്ടിണി അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ടോ? അതുകൊണ്ട് നിനക്ക് പട്ടിണി അല്ലാഹു തന്നോ? നിനക്ക് വിശപ്പ് അല്ലാഹു തന്നോ? അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ചവൻ നിനക്ക് പട്ടിണി തരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്നിട്ട് മാറിടത്തിലൂടെ രക്തം വരണമെങ്കിൽ അതെന്ത് പട്ടിണിയാണ്? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ട് സഹിച്ചില്ലത്രേ. വന്നിട്ട് ചോദിച്ചു, നബിയെ പയ്യ നബിയെ, ഇങ്ങനെ നടക്കല്ലേ നബിയെ, ഒന്ന് പറ, 2.5 കിലോമീറ്റർ നീളമുള്ള ഈ ഉഹുദ് മല ഞാൻ സ്വർണ്ണമാക്കി തരാ നബിയെ, കൊണ്ട് നടക്കണ്ട, കൂടെ വരും നബിയെ, ഞാൻ ഈ സ്വർണ്ണ കട്ടയാക്കി തരാ നബിയെ, നിങ്ങൾ ചുമന്നോന്ന് നടക്കണ്ട, എവിടെ പോയാലും പുറകിൽ നടന്നു വരും നബിയെ. എനിക്ക് വേണ്ട ജിബ്രീൽ, എനിക്ക് വേണ്ട ജിബ്രീൽ, നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം അവന്റെ സമ്പത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു സമ്പത്ത് നഷ്ടപ്പെടുത്തും. മനുഷ്യ, നിന്റെ കച്ചവടമൊക്കെ നഷ്ടപ്പെട്ടു പോയത് അല്ലാഹുവിന് നിന്നോട് ഇഷ്ടം കൂടിയത് കൊണ്ടല്ല, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല. 500 1000 നിരോധിച്ചപ്പോ എല്ലാരും നരേന്ദ്രമോദിയാ കുറ്റം പറയണേ. എന്തിനാ മനുഷ്യ പറയണേ? നീ എന്തിനാ ഓനെ കുറ്റം പറയണം? ഓനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി, ആരും അയാളെ കുറ്റം പറയേണ്ട. കാര്യം എന്തറിയോ? കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഐൻ ഹഖ്ഖുൻ ഖാല നബിയുനാ റസൂലുള്ളാഹി. കണ്ണേറ് സത്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ചിന്തിക്ക്, 2 നിലയുള്ള ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ, ആ പണക്കാരന്റെ വീട്ടിന്റെ മുന്നിൽ പള്ളിയിലെ കമ്മിറ്റിക്കാർ പോയിട്ട് പറയാ, ഒരു യതീമായ പെൺകുട്ടി, 10-30 വയസ്സായി, കാക്ക ഒന്ന് കെട്ടിക്കാനാ, എന്തെങ്കിലും ഒന്ന് തരുവോ? അലമാരിക്കകത്ത് 500-1000 കെട്ടുകണക്കിന് വെച്ചിട്ടുണ്ട്. 100 രൂപ എടുത്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 500 രൂപ എടുത്ത് കൊടുത്തിട്ട് പറയും, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഒന്നുമില്ല. നമ്മളൊക്കെ പറഞ്ഞ വാക്കാ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. നീ പറഞ്ഞ വാക്ക് ഹക്കായി. ഇന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ബാങ്കിൽ കിടക്കാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ പറഞ്ഞു ആക്കിയതാ. നിന്റെ കയ്യിൽ വെച്ചിട്ട് നീ പറഞ്ഞു ഇല്ല ഇല്ല. അല്ലാഹു നിന്നെ ഇങ്ങനെ ആക്കി, ഇനിയും ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അല്ലാഹു എത്തീങ്കാനലാക്കി കളയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കയ്യിൽ വെച്ചിട്ടില്ല, ഹക്കാണ് സഹോദരങ്ങളെ, കണ്ണേറ് ഹക്കാണ്. ഇപ്പം തന്നെ ഉദാഹരണം പറഞ്ഞ ഹദീസിന്റെ കിതാബുകൾ കാണാം. എല്ലാവരും കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വന്തം പറയാറുണ്ട്, നല്ല ഗ്ലാമറാണ്. അങ്ങനെ നീ പറയല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് നീ നിന്നെ തന്നെ വിലയിരുത്തരുത്, നിനക്ക് വലിയ ഗ്ലാമറാന്ന് നീ പറയരുത്. പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ ഗ്ലാമർ നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കണ്ണേറ് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒട്ടകത്തിനെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ. മൊബൈൽ എടുത്ത് നോക്ക്, എല്ലാവരുടെയും പ്രൊഫൈൽ ചിത്രം എന്താ? കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണ കുഞ്ഞ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
രണ്ട് പാപം, രണ്ട് തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട് തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ തിരുത്തുമോ? മനുഷ്യന്മാരെ തിരുത്തുവോ? തിരുത്തിയില്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ പോകണ്ട, നീ 30-ലേ പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത്? രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറവാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തിരുത്തൂലേ? തിരുത്താമെന്ന് നിയത്ത് ചെയ്യുന്നവർ കൈപൊക്കിക്കേ. എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ട് തെറ്റാ. ആരും വിചാരിക്കണ്ട മലക്കുകളാണെന്ന്. വേണമെങ്കിൽ പൊക്കിയാൽ മതി. കാരണം എന്തേ? നഷ്ടം നിനക്കാ, വേറൊന്നുമില്ല. നഷ്ടം നിനക്കാ. കാരണം എന്തേ? ഹദീസിൽ കാണാം വീട്ടുകാരൻ ആയുസ് കുറയുമെന്ന്. ഹദീസ് എങ്ങനെ? രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ ആയുസ് കുറയും. നിന്റെ പെണ്ണുപിള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ല, നിനക്കാ നഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാവരും സ്വാർത്ഥരാകുന്ന ഒരു സമയം എപ്പോഴാണെന്നറിയോ? മരിച്ച വീട്ടിൽ പോയിട്ടില്ലേ? എല്ലാവരും മരിച്ച വീട്ടിൽ പോയിട്ടില്ലേ? നിങ്ങൾ എന്താ പെണ്ണുപിള്ള അടുത്ത് പിണങ്ങിയിരിക്കണം പോയിട്ടുണ്ട്. പോകുമ്പോ ഇനി ഒരു കാര്യം നോക്കണം. മരിച്ച വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഈ അഹങ്കാരവും വാശിയും എല്ലാം മാറാൻ നന്നാകാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇനി മുതൽ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഒറ്റ ഒരു കാര്യം നോക്കിയാൽ മതി. ഈ വയത് പറയണ ഞാനിപ്പോ ഇവിടെ വെച്ചങ്ങ് മരിച്ചെന്ന് സങ്കല്പിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറമനുഷ്യന്മാർ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്താ? ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചങ്ങ് വീണ് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. ഇതിൽ കൂടുതൽ എന്താ വേണ്ട? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗം. ഇപ്പൊ ഇവിടെ വീണ് പോയാൽ സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മരിച്ചുപോയി, ആരെങ്കിലും എന്റെ മയ്യത്തൊന്ന് തിരുവനന്തപുരം വരെ എത്തിക്കും. അപ്പൊ ഈ സംഘാടകരും ഉസ്താദന്മാരൊക്കെ വിചാരിക്കും നമ്മുടെ സദസ്സിൽ വെച്ച് വീണ് മരിച്ചു പോയതാലും ഒന്ന് കാണാൻ പോവാം. അങ്ങനെ ഒരു ആംബുലൻസിനകത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി, എന്റെ നാട്ടിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് ഇങ്ങനെ വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കിടത്താം. അപ്പൊ എന്റെ ഉമ്മ അവിടെ നിന്ന് കരയും, സഹോദരങ്ങൾ കരയും, എല്ലാരും കരയുന്നുണ്ട്. മയ്യത്ത് കാണുമ്പോ കരയും. എന്റെ ഭാര്യ സുമയ്യ, അല്ലാഹു അവൾ എന്റെ മയ്യത്ത് കാണുമ്പോ ഇരുന്ന് കരയും. എന്ത് പറഞ്ഞിട്ടാ കരയണെന്നറിയും? ഞാൻ എന്റെ ഭാര്യയെ പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കരുതുക. ഞാൻ നിങ്ങളെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ മയ്യത്ത് വീടിനകത്ത് ഇട്ടിരിക്കുന്നു, നിങ്ങളുടെ മയ്യത്തും വീടിനകത്ത് വെച്ചിരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഭാര്യ കരയും. വെറുതെ അല്ല കരയണേ. ആ കരയണ സമയത്ത് ഒരു വാക്കുകൂടെ പറയും. എന്തേ പറയണേ? അറിയോ മനുഷ്യന്മാരെ? ഇല്ല. എന്തേ പറയണമെന്നറിയോ? നമ്മുടെ ഭാര്യ, എന്റെ ഭാര്യ, അവള് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അല്ലാഹുവേ, ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാ അല്ലാഹ് ഉള്ളത്? ഇനി എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരാ അല്ലാഹ് ഉള്ളത്? അവളുടെ കരച്ചിൽ അതിനു വേണ്ടി. ഒന്ന് ചിന്തിക്ക്. അവക്കാരൊക്കെ ഉണ്ട്? അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടെ പുറപ്പുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാരും ഉണ്ട്. സത്യത്തിൽ അവള് പറയേണ്ടത് ആരാ? എന്റെ ഇക്കക്കിനി ആരാ അല്ലാഹ് ഉള്ളത്? എന്നെ കബറിലാ കൊണ്ടുവെക്കണേ, അവിടെ ആരും വരൂല. എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ കൂടെ കടന്നവള് ആരും വരൂല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാം. സത്യത്തിൽ അവള് പറയേണ്ടത് എന്റെ ഇക്കാക്കിനി ആരുണ്ട് പടച്ചവനെ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്നതിന് പകരം അവള് പറയുന്നത് എനിക്ക് എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരുണ്ട് പടച്ചവനെ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭാര്യ ഇതെന്നെ പറയുള്ളൂ, വേറെ ആരും മാറ്റി പറയൂല. പറയൂ. ഈ ഒരു ചിന്ത മതി നന്നാകാൻ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, രണ്ട് തെറ്റുകൾ ആരുടെ ഭവനത്തിലുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ, പെങ്ങളെ, ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയുസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹറാമായ സമ്പത്തുണ്ടല്ലോ, ഏത് വീട്ടിലാണോ മോട്ടിച്ചതും പിടിച്ചു പറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറി എടുത്തിട്ട് വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, മോനെ, സുഖിക്കാനുള്ള യോഗം നിനക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, തിരുത്തട്. ഇന്ന് എല്ലാവർക്കും പണമതിയല്ലോ, ഏത് വഴിയിലൂടെയും അത് സമ്പാദിക്കാൻ നെട്ടോട്ടമോടുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്, ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്കിറങ്ങി പോകുന്ന ഭർത്താവുണ്ടല്ലോ, രാവിലെ കുടുംബത്തെ പോറ്റാ, ഭാര്യക്കും മക്കൾക്കും വല്ലതും തിന്നാൻ കൊടുക്കാറ് പടച്ചവരെ രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ
ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല. വൈകുന്നേരം വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാ തയ്യാറാ. ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ, ഹറാമിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ് അവൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല, ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തികളെ ചെറുപ്പക്കാരാ, കൊട്ടേഷൻ പണി നടത്തുന്നവരുണ്ടല്ലോ, പണത്തിനെ പിടിച്ചു പറിക്കാൻ പോകുന്നവരുണ്ടല്ലോ, മോഷണം നടത്താ പോകുന്നവരുണ്ടല്ലോ. പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അറിയുമല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ചവിട്ടിയിരുന്ന ആ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ലായിരുന്നു. ചെറുപ്പക്കാരോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയ സഹാബത്തുണ്ടല്ലോ, തന്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സർവ്വസമ്പത്തുകളും പടച്ചവനെ വലിച്ചെറിഞ്ഞിട്ടാ പോയത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറഞ്ഞു തരികയോ. പണമുണ്ടാക്കാ കൊട്ടേഷൻ നടത്തുന്നവരുണ്ടല്ലോ, ഹറാമായ വഴികൾ സ്വീകരിക്കുന്നവരുണ്ടല്ലോ, ലോട്ടറി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ, ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. ആരാ നടന്നു വന്നതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരായിരുന്നെന്നറിയുവോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ കരയുകയാ. മിസ്അബ് ചോദിക്കുന്നു, നബിയേ, എന്തിനാ നബിയേ കരയുന്നത്? എന്നെ കണ്ടപ്പോ എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിസ്അബേ, നിന്റെ പഴയകാലം ഞാനൊന്ന് ഓർത്തുപോയി മിസ്അബേ. എന്റെ പ്രിയമുള്ളവരെ, ആരാ മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. മിസ്അബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാ, സ്വർണത്തിന്റെ വസ്ത്രമാണ് ധരിക്കുന്നത്. സുഗന്ധം വല്ലാത്ത ഇഷ്ടമാണ്. ഒരിക്കലേ ഒരു സുഗന്ധം തേക്കൂ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാടാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് പെറ്റ ഉമ്മാനെയായിരുന്നു. മിസ്അബിന് വല്ലാത്ത പേടിയായിരുന്നു, വല്ലാത്ത ദേഷ്യമുള്ളവളായിരുന്നു മിസ്അബിന്റെ ഉമ്മ. അവസാനം മിസ്അബ് മുസ്ലിമായെന്നറിയുമ്പോ വീടിനകത്ത് കെട്ടിയിട്ടിട്ട് പട്ടിണിക്കിട്ടിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും മിസ്അബ് റളിയല്ലാഹു തആല ആർക്കും മടങ്ങി വരുന്നില്ല. അവസാനം എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകണമെന്ന് വീടിനകത്ത് കടന്ന് പറയുമ്പോ വീട്ടിലെ ജോലിക്കാര് മുഴുവനും വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് ഉമ്മ പറയുന്നു, ഇവനെ വലിച്ചടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ. വീട്ടിലെ ജോലിക്കാര് മുഴുവനും മിസ്അബ് റളിയല്ലാഹു തആല ഇവര് വലിച്ചടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ ഉമ്മ പറയുന്നു, മോനെ മിസ്അബേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബേ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുകയാ, എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുവോ? എനിക്ക് എത്ര കോടിയുടെ ആസ്തിയുണ്ടെന്നറിയുവോ? മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോലെ.
മക്കയുടെ പകുതിയും എന്റേതാണ്. ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോയാ നിനക്കൊരഞ്ച് നയാ പൈസ പോലും തരില്ലെന്ന് പറയുമ്പോ പടച്ചവനെ എഴുന്നേറ്റിട്ട് ധരിച്ചിരുന്ന കമീസ് അഴിക്കുകയാ, ഇട്ടിരുന്ന വസ്ത്രമൂരിയിട്ട് തന്റെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാ, ഇതും എനിക്ക് വേണ്ട, ഇതും എനിക്ക് വേണ്ട. അല്ലാഹുവേ, ഉമ്മ പറയുന്നു, മിസ്സബേ നീ നശിച്ചു പോകുമടാ, നീ നശിച്ചു പോകുമടാ. എന്നിട്ട് പറയുന്നു, നീ എന്നെ ഉമ്മ എന്ന് നീ വിളിക്കല്ലേ, ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാ വരല്ലേ മിസ്സബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാ. എന്തിനാ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്നറിയുമോ? പണത്തിന്റെ പുറകെ ഓടുന്ന ഹറാമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന ചെറുപ്പക്കാരാ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഏത് വൃത്തികേടും സ്വീകരിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്തിനെന്നറിയുമോ? മക്കയുടെ പകുതിയും സ്വന്തമായിട്ടുണ്ടായിരുന്നോ സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ. ഒരേ ഒരു പുതപ്പേ ഉള്ളൂ. ആ പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ആ പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുകയാ. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുന്ന ഒരു പുതപ്പുമിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പ്രവാചകനെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നു, മിസ്സബേ ഇതെന്ത് കോലവാ മിസ്സബേ, ഇതെന്ത് കോലവാ മിസ്സബേ. യാ റസൂലല്ലാഹ്, ഓരോ സ്ഥലം കീറുമ്പോഴും തയ്ക്കാവല്ലാത്ത സന്തോഷവാരബിയേ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയോ? മരിക്കുമ്പോ സ്വർഗം കാണാനാ നബിയേ. എനിക്ക് നാളെ സ്വർഗത്തിലെ വസ്ത്രം ധരിക്കണം നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം കഴിഞ്ഞു. സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാ. ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവച്ചു. ആരുടെ മയ്യത്തെന്നറിയുമോ? മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്താണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? മിസ്അബിനെ എന്തേ കഫൻ പൊതിയാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ. മിസ്അബിനെ പൊതിയാ തുണിയില്ല നബിയേ. മിസ്അബിന്റെ മയ്യത്ത് പൊതിയാ തുണിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ തലമറയ്ക്കുമ്പോ 2 കാല് വെളിയിൽ കിടക്കുകയാ. കാല് മറച്ചാ തല വെളിയിൽ കിടക്കുകയാ. പുതയ്ക്കാ തുണിയില്ല, കഫൻ പൊതിയാ തുണിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തലമറച്ചിട്ട് കഫൻ പൊതിയാ. എന്റെ പ്രിയമുള്ളവരെ, കഫൻ പൊതിഞ്ഞ് കഴിയുമ്പോ മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ 2 കാല് വെളിയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പുല്ല് പറിച്ചു കൊണ്ടുവരാ. സഹാബത്ത് പോയി പുല്ല് പറിച്ചു കൊണ്ടുവന്നു. മിസ്അബിന്റെ 2 കാലിലും പുല്ല് വെച്ച് കെട്ടിക്കെട്ട് മയ്യത്ത് പൊതിയുകയാ. നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറിനകത്തേക്ക് ഇറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലങ്ങടിഞ്ഞ് വീഴുകയാ. എല്ലാരും ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, റസൂലുള്ള ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. മയ്യത്ത് കയ്യിൽ പിടിച്ചിട്ട് സഹാബത്തിരുന്ന് കരയുകയാണ്. എല്ലാരും കരയുന്നത് കണ്ടപ്പോ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം സഹാബാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട്, മോളെ, മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുവോ? വമിനന്നാസി മയ്യസിരീ നഫ്സഹു ബുതിഗാ മർളാതില്ലാഹ്
വല്ലാഹു റഊഫുർ ബിൽ ഇബാദ്. മരിച്ചാൽ ഇവരെ പോലെ മരിക്കണം. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട്, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടി പരിശ്രമിക്കുക പൊന്നുമോനെ. ഹറാമായ സമ്പത്ത് വേണ്ട മോനെ. നിന്റെ ആയുസ് അല്ലാഹു കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ രണ്ടാമത്തെ പാപമേതെന്നറിയുമോ? ആയുസ് കുറച്ച് കളയുന്ന, ആയുസ് കുറച്ച് കളയുന്ന രണ്ടാമത്തെ തെറ്റേതെന്നറിയുമോ? ആരുടെ വീട്ടിലാണോ വ്യഭിചാരമുള്ളത്, ആരുടെ വീട്ടിലാണോ വ്യഭിചാരമുള്ളത്, ആ വീടിന്റെ ഉടമയ്ക്ക് ആയുസ് കുറയുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് വിളിക്കുമ്പോ അവൾക്ക് തിന്നിട്ട് എല്ലിനകത്ത് കയറിയിട്ട് അവക്ക് കിടന്നിട്ടുറക്കം വരാതെ നിന്നെ വിളിക്കുമ്പോ ഓടിച്ചെല്ലുന്ന ചെറുപ്പക്കാരാ, നിന്റെ ആയുസാടാ കുറയുന്നത്, നിന്റെ ആയുസാ മോനെ കുറയുന്നത്. നിന്റെ ഭാര്യയെയും മക്കളെയും കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവന്റെ ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചൊല്ലുമ്പോ മോനെ സുഖിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയും മക്കളും വിധവയും യതീമായി പോകും പൊന്നുപോരെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. കണ്ണിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ചെവിയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? ഹറാമായ സംസാരം കേൾക്കൽ നിന്റെ ചെവിയുടെ വ്യഭിചാരമാ ചെറുപ്പക്കാരാ. പാതിരാത്രി ഫോൺ എടുത്തിട്ട് നിന്റെ കാമുകിയോട് സംസാരിക്കുന്നവനാണല്ലോ മണിയറ രഹസ്യങ്ങൾ പോലെ പരസ്യപ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പെണ്ണേ അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. ബസിനകത്തിരുന്നിട്ട്, അതാ കല്യാണ വീട്ടിലിരുന്നിട്ട്, ജനങ്ങൾ കൂടുന്നതിന്റെ ഇടയിലിരുന്നിട്ട് പെണ്ണുങ്ങളുടെ ശരീരത്തെ പിടിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? കാഷ്ടം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നിയുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന പന്നിയുണ്ടല്ലോ, അത് കാഷ്ടത്തിൽ കിടക്കുന്ന സമയത്ത് ആ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ.